ഹായ് ഡേവിഡ്, ഇത് ഞങ്ങളുടെ പുതിയ പടം. ഈ പുള്ളിയാണ് ഇതിന്റെ സംവിധായകൻ. കൂടുതൽ വിശേഷം ഇദ്ദേഹം പറയും. വിഷ്ണു ബിഗർ ഓഫ് ഡോഗ്സ് എന്നാണ് സിനിമയുടെ പേര്. ഒരു ബാക്കി ഫർദർ ഡീറ്റെയിൽസ് ഇപ്പോഴും ഞങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയുന്നില്ല. ബട്ട് ഞങ്ങളുടെ അടുത്ത ഇന്റർവ്യൂസിന് ഞങ്ങൾ തരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 4 പേര്, ഒരു 4 ചെറുപ്പക്കാരെ ഒരു സമൂഹത്തിനും ഒരു വീടിനും മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അതായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയിൽ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അവര് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതില് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, ഇതില് പടത്തില് സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് മനോജ് കെ ജയൻ, നമ്മുടെ നേരം മട്ടിരാജ സിൻഹ, ശേഖർ മേനോൻ. ഞാൻ ഇവരെയൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഇപ്പോ വട്ടിരാജ എന്ന് പറയുന്ന അപ്പിയറൻസിൽ നിങ്ങൾ കണ്ടേക്കുന്ന ആളല്ല സിൻഹ. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് സിൻഹ എന്നുള്ളത് ഞാനിപ്പം പലരും നമ്മുടെ ഈ സെറ്റിൽ പോലും പലരും വന്നു കഴിയുമ്പോഴത്തേക്ക് സിൻഹ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ ആദ്യമേ ആ കാര്യം പറഞ്ഞത്. ശേഖറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. സഞ്ജുവിനെ പരിചയപ്പെടുത്തേണ്ട, വിൽസനെ പരിചയപ്പെടുത്തേണ്ട. ഇവൻ എനിക്ക് ആകെ പരിചയപ്പെടുത്താനുള്ളത് ഹരികൃഷ്ണൻ രാജ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടാണ്. ഈ സിനിമയിലൂടെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ നമ്മുടെ മലയാള സിനിമയ്ക്ക് പുതിയ ഒരു താരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഹരികൃഷ്ണൻ രാജ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. പിന്നെ മോസ്റ്റ്ലി എനിക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ഇത്രയും ബഡ്ജറ്റ് തന്ന സഹായിച്ചു എനിക്ക് എടുത്തു പറയാനായിട്ട് എന്റെ പ്രൊഡ്യൂസർ രാജുവേട്ടൻ, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് ഈ ഒരു പ്രൊജക്റ്റിന് ഇത്രയും രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം എന്നെ ധൈര്യം കാണിച്ച രാജീവേട്ടൻ, ഈ സിനിമ തമിഴ് തെലുങ്ക് ഞാൻ റിലീസ് ചെയ്തോളാന്ന് എനിക്ക് ധൈര്യം തന്ന സിൻഹ. എനിക്ക് ഈ ഒരു ക്രിയൂ ആണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെ എനിക്ക് പറയാം. ഓക്കെ, ബാക്കി സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ പറയാം. ഓരോരുത്തരായിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാവുന്നത് പറയാം. ഞാൻ ഒരാളെ മിസ് ചെയ്തു പോയി, ദയവ് ചെയ്ത് ക്ഷമിക്കുക. അത് എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും പെട്ടെന്ന് ഇതിന്റെയൊക്കെ മുമ്പ് വന്ന് ഇരുന്നത് കൊണ്ട് പറ്റിപ്പോയതാണ് ശ്രീനാഥ് ബാസി. അതെന്താണ് സിനിമയിലെന്ന് നിങ്ങൾക്ക് സിനിമ വരുമ്പോൾ കാണാം. ബട്ട് ഞാനത് മിസ് ചെയ്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ക്യാരക്ടറിന്റെ പേര് അപ്പൊ ഈ പാസ്റ്റിലുള്ള ആൻസർ ഞാൻ തരുന്നു. ഓമനക്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന വളരെ നിഷ്കളങ്കനായ ഒരു കഥാപാത്രം. ഓമനക്കുട്ടൻ ആ പേരിലുള്ള ഓമനത്വം കംപ്ലീറ്റ് അതേപോലെ ആ ക്യാരക്ടറുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ഗൗതം, നമ്മുടെ സഞ്ജു. എന്താണ് ഗൗതമിനെ കുറിച്ച് പറയാനുള്ളത്? ഗൗതം ഈ 4 പേര് വളരെ പ്രശ്നക്കാരാണെങ്കിലും അതിൽ ഏറ്റവും നല്ല പയ്യനും സുശീലനുമായ കഥാപാത്രമാണ്. സ്വയം പൊക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. കാര്യം ഞാൻ കുറച്ച് പൊക്കിയിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കാൻ ധൈര്യം കാണിച്ച രാജീവേട്ടൻ. ആ രാജീവേട്ടൻ ഈ പ്രൊജക്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് രാജീവേട്ടൻ പറഞ്ഞാൽ. പ്രൊജക്ടിനെ കുറിച്ചല്ല അഭിപ്രായം, എനിക്ക് എന്റെ ക്രൂവിനെ പറ്റിയാണ് അഭിപ്രായം. കാരണം എനിക്ക് എന്റെ ഡയറക്ടറെ പറ്റിയുള്ള വിശ്വാസം, അത് മാത്രമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എന്റെ ക്രൂ. നമ്മൾ ഇത്രയും സ്മാർട്ടായ സിംഹ രാജ എന്ന ക്യാരക്ടർ വെച്ചിട്ട് ആ ഒരു ഭീകര മുഖം നമ്മൾ മലയാളത്തിന് കൊടുക്കും. ഇനി എനിക്ക് അയാളെ സുന്ദരനാക്കി ഒന്ന് പ്രസന്റ് ചെയ്യണം. സഞ്ജു വളരെ നോക്കിയാണ് ശേഖർ മേനോൻ. ആഫ്റ്റർ വേറെ സ്പീച്ച് കൂടെ വർദ്ധിക്കാൻ കഴിയാതെ അത് ഉറപ്പായിട്ടും ഇതിലൊക്കെ തന്നെ നല്ലൊരു ക്രൂ. എന്റെ ടീം ഈവൻ ടെക്നിക്കൽ ക്രൂ ആണെങ്കിൽ പോലും ക്യാമറ മറ്റുള്ളവരെല്ലാവരും അവരോട് വർക്ക് ചെയ്യുന്ന സന്തോഷം. നമ്മുടെ ടെക്നീഷ്യൻസ്, നമ്മുടെ ക്യാമറമാൻ, നമ്മുടെ ആർട്ട് ഡയറക്ടർ, എല്ലാവരും, നമ്മുടെ എന്റെ ടീം, നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, എന്റെ എടുത്തു പറയാം. ഇപ്പൊ എന്തോ ഈ പോകാൻ ശ്രമിക്കുന്ന ഈ ലൊക്കേഷനിൽ മൈക്ക് വേണ്ട, ആ സൗണ്ട് മാത്രം മതി എന്ന് പറയുന്ന ഷെറിൻ ചേട്ടൻ പോലും ഈവൻ മൈക്ക് വേണ്ട ആളുണ്ടെങ്കിലും 2 പേർക്ക് മൈക്കില്ലാന്ന് പറയും പ്ലീസ്. നമ്മളൊരു എക്സ്ട്രാ ആവശ്യമില്ല. അല്ല എന്നാലും എന്തെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് മുന്നോട്ട് പോവുക. അതിനകത്ത് അവിടെ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ നമുക്ക് വർക്കിന് ബാധിക്കാതെ എല്ലാം സുഗമമായിട്ട് മുന്നോട്ട് നടക്കും. മെയ് 5th 10th ഇടയ്ക്ക് ബിജിബാൽ മ്യൂസിക് ഡയറക്ടർ, ലീഡേഴ്സ് റഫീഖ് അഹമ്മദ്, ഫൈറ്റ് മാസ്റ്റർ ബില്ല ചെയ്തൻ, ആരംഭം സൂര്യ, ക്യാമറ മഹേഷ് രാജ്, നമ്മുടെ ഹാപ്പി ജെഡി, ലൊക്കേഷൻ എറണാകുളം, പോണ്ടിച്ചേരി, ചെന്നൈ.
3 ലൊക്കേഷൻസ്. എഡിറ്റർ ശ്യാം ശശിധരൻ. അങ്ങനെ ഞങ്ങളെ എൻ്റെ ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവൻ ആർട്ട് ഡയറക്ടർ കോസ്റ്റ്യൂം അരുൺ മനോഹർ. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ കോസ്റ്റ്യൂമർ അരുൺ മനോഹർ, മേക്കോമാൻ അബ്ദുൾ റഷീദ്, ഇങ്ങനെ എല്ലാ പേരും നമ്മുടെ എൻ്റെ ടീം, എഡിറ്റർ ശ്യാം, പറഞ്ഞല്ലോ എല്ലാവരും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ. അതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ചുള്ള എന്റെ വിശ്വാസം. ടെക്നിക്കലി വിഷ്വലി ക്ലിയർ ആയിട്ടുള്ള സിനിമ, ഒരു എന്റർടൈൻമെന്റ്. I listened to the script from Vishnu last September. It was quite very interesting script, commercial and a thriller. I hope it makes audience very enjoyable and they love this guys actually these dogs. Yeah. Very Yeah, wait, the shoot will start on the screenplay, how the system was done was quite interesting and hope it will be big success. പേര് തിരഞ്ഞെടുക്കാനുള്ള കാര്യം ഞങ്ങളെ പറഞ്ഞല്ലോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് എന്താണെന്നുള്ളത് സസ്പെൻസ് ആയി ആവശ്യം. സസ്പെൻസ്. വഴി അതിന്റെ രഹസ്യങ്ങൾ ആ പേരിന് അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് സിനിമയ്ക്ക് ഇട്ടേക്കുന്നത്. വെറുതെ ഒരു ഡോഗ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ നായ്ക്കളെന്നല്ല, നമ്മളത് വഴിയെ പല അർത്ഥങ്ങളും പല വ്യാഖ്യാനങ്ങളും ഉണ്ടെന്ന് നമുക്ക് ഈ സിനിമ പോകാൻ മനസ്സിലാവും. ഒറീസൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ശ്രീ രാജീവ് ഞാൻ നിർമ്മിക്കുന്ന ബിവെയർ ഓഫ് ബോർഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ച് ആദ്യമായി ഞാൻ നന്ദി രേഖ. എനിക്ക് ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റ് തോന്നി. ഞാനൊരു ഏതാണ്ട് ഒരു 20 വർഷമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ആളുകളുടെ ഒരു എല്ലാ വിഭാഗം ആളുകൾക്കും നല്ല രീതിയിൽ പോകാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സബ്ജക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഈ ചിത്രം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇതിന്റെ ലൊക്കേഷൻ ഞങ്ങൾ വെച്ചിരിക്കുന്നത് എറണാകുളം പോണ്ടിശ്ശേരിയായിട്ടാണ്. ഇപ്പോൾ നിലവിലുള്ള ന്യൂ ജനറേഷൻ എല്ലാവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. എന്തായാലും ഈ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയത് വളരെയധികം സന്തോഷം.